ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം. ഇനി ശരണമന്ത്രങ്ങളുടെ നാളുകൾ. ശരണമന്ത്ര മുഖരിതമായൊരു മണ്ഡലകാലം കൂടി പിറന്നു. മണ്ഡലകാല പൂജകൾക്കായി ശബരിമല നട തുറന്നു. അയ്യപ്പ ക്ഷേത്രങ്ങൾ ഇനി ശരണം വിളികളാൽ മുഖരിതമാകുന്ന ദിനങ്ങൾ. ഇനി രാപ്പകലുകൾ ശരണം വിളികളും നിറയും. മാലയിട്ട് വ്രതമെടുത്ത് ശബരിഗിരീശനെ കാണാൻ ഭക്തലക്ഷങ്ങൾ മല കയറും. സർവം അയ്യപ്പസ്വാമിയിൽ ലയിപ്പിച്ചുള്ള കാനനയാത്ര. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമായി. ഇനി ശരണമന്ത്രങ്ങളുടെ നാളുകൾ. മണ്ഡലകാല പൂജകൾക്കായി ശബരിമല നട തുറന്നു. ശരണമന്ത്ര മുഖരിതമായ ഒരു മണ്ഡലകാലം കൂടി പിറന്നു. അയ്യപ്പ ക്ഷേത്രങ്ങൾക്കിനി ശരണം വിളികളാൽ മുഖരിതമാകുന്ന ദിനങ്ങളാണ്. വൃശ്ചികക്കാറ്റിനൊപ്പം ഇനി രാപ്പകലുകൾ ശരണം വിളികളും നിറയും. മാലയിട്ട് വ്രതമെടുത്ത് ശബരിഗിരീശനെ കാണാൻ ഭക്തലക്ഷങ്ങൾ മലകയറും. സർവം അയ്യപ്പസ്വാമിയിൽ ലയിപ്പിച്ചുള്ള കാനനയാത്ര. ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി അയ്യപ്പ ക്ഷേത്രങ്ങളും മണ്ഡലകാലത്തെ വരവേൽക്കാനൊരുങ്ങി. മുദ്രാധാരണം മുതൽ കെട്ടുനിറയ്ക്കൽ വരെയുള്ള സൗകര്യങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ശബരിമലയിലെ പൂജാ സമ്പ്രദായങ്ങളാണ് മിക്ക അയ്യപ്പ ക്ഷേത്രങ്ങളും അനുവർത്തിക്കുന്നത്. സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ എന്ന ശരണം വിളികളോടെ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക്. വ്രതവിശുദ്ധിയുടെ മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്ര നട തുറന്നു. 10,000ങ്ങൾക്ക് ദർശന പുണ്യവുമായി ശബരിമലയിൽ മണ്ഡലകാല പൂജകൾക്കും തുടക്കമായി. ഒരു മണ്ഡലകാലത്തിനു കൂടി തുടക്കമാകുമ്പോൾ അയ്യപ്പ ഭക്തരെ വരവേൽക്കാൻ ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. തീർത്ഥാടകരെ വരവേൽക്കാൻ പ്രധാന ഇടത്താവളങ്ങളെല്ലാം സജ്ജമായി. ക്ഷേത്രങ്ങളെല്ലാം 41 ദിവസം നീളുന്ന മണ്ഡലവിളക്ക് ഉത്സവത്തിനും ഒരുങ്ങി. ശാസ്താംപാട്ടും ഭജനയും മറ്റ് കലാപരിപാടികളും അരങ്ങുകളും ഉത്സവങ്ങളെ സജീവമാക്കും. ക്ഷേത്രങ്ങൾക്കൊപ്പം വീടുകളും മണ്ഡലകാലത്തെ വ്രതശുദ്ധിയുടെ നാളുകളിലേക്ക് നീങ്ങും. ഡിസംബർ 26 വരെ എല്ലാ ദിവസവും പൂജകൾ നടക്കും. മണ്ഡലപൂജ ഡിസംബർ 26-നാണ്. മകരവിളക്കിനായി ഡിസംബർ 30-ന് വൈകിട്ട് 5-ന് നട തുറക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ജനുവരി 20-ന് നട അടയ്ക്കും. ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്.